ചെയിൻ മെത്തേഡിന്റെ ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. തുടക്കം 2004. 2004 വിദ്യാഭ്യാസ ആവശ്യത്തിനു വേണ്ടി ഇന്ത്യ എഡ്യൂസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. എഡ്യൂസാറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ വെച്ചാണ്. ശ്രീഹരിക്കോട്ട വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയുടെ മുട്ട നഗരം എന്നറിയപ്പെടുന്നത് നാമക്കൽ. നാമക്കൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായി ലോക അദാലത്ത് ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ലോക്പാൽ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി സൈബർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. സൈബർ ഫോറൻസിക് ലബോറട്ടറി ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ചത് ത്രിപുരയിലാണ്. ത്രിപുരയിലാണ് ഉജ്ജയന്ത കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഉജ്ജയന്ത കൊട്ടാരത്തിന് ആ പേര് നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശ്വഭാരതി സർവകലാശാല ആരംഭിച്ചത്. വിശ്വഭാരതി സർവകലാശാല ആരംഭിച്ച വർഷം 1921. 1921 സിന്ധു നദീതട സംസ്കാരം കണ്ടെത്തിയത്. സിന്ധ് എന്ന പേരിൽ നിന്നാണ് ഇന്ത്യ എന്ന പേര് ഉടലെടുത്തത്. ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22. 22ാമതായി നിലവിൽ വന്ന ഇന്ത്യയിലെ സംസ്ഥാനം സിക്കിം. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ടീസ്റ്റ. ടീസ്റ്റയാണ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ നദി ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി. കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദി കുന്തിപ്പുഴ. കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെയാണ് ഒഴുകുന്നത്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്.